പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ സ്ത്രീപീഡന ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടുകൂടി അദ്ദേഹം ഇനി ഒരു സ്വതന്ത്ര MLA ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് ശരിയാണ് എന്നുള്ള വാദം ഉയർന്നിട്ടുണ്ട്, അത് പോരാ എന്ന വാദം ഉയർന്നിട്ടുണ്ട്, അത് തെറ്റാണ് എന്നുള്ള വാദം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളെക്കുറിച്ചിട്ടുള്ള നിരീക്ഷണം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയുടെ തലവാചകം രാഹുലിനെതിരെ ആത്മാഭിമാനം സദസ്സ് സംഘടിപ്പിക്കും MV ഗോവിന്ദൻ. അതാണ് വാർത്ത. തിരുവനന്തപുരത്തു നിന്നാണ്. MLA സ്ഥാനത്ത് തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആത്മാഭിമാന സദസ്സ് ഉൾപ്പെടെ ഒട്ടേറെ പ്രതിഷേധ പരിപാടികൾ എല്ലാ ജില്ലകളിലും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഹുലിന് MLA ആയി കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന തെറ്റിദ്ധാരണ വേണ്ട. രാജിവെക്കാതെ നിയമസഭയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അന്നേരം കാണാം. MLA സ്ഥാനം ഉറപ്പായും രാജിവെക്കണമെന്ന പൊതുസമൂഹത്തിൻ്റെ നിലപാടിനൊപ്പമാണ് CPM-ഉം. രാഷ്ട്രീയ ഗുണമൊന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. തങ്ങൾ ഏത് ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ജീർണമായ അധ്യായമാണിത്. ആര് വിചാരിച്ചാലും സംരക്ഷിക്കാനാവില്ല. രാഹുലിന് കോൺഗ്രസിലെ ജീർണതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന കാര്യം. ഇനി ആരുടെയൊക്കെയോ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, CPM ഇനി എല്ലാ ജില്ലയിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിക്കാൻ പോവുകയാണെന്നാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അത് CPM-ൻ്റെ സ്വാതന്ത്ര്യം. CPM-ന് എല്ലാ ജില്ലകളിലും വേണമെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇത് സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയും. അതിനുള്ള ആൾബലം അവർക്കുണ്ട്, അതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. സുഹൃത്തുക്കളെ, പക്ഷേ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരെ ഒരു 2 വർഷം പിന്നിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ചു കാലമായി ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യാത്ത ഒരു വനിതയുണ്ട്. ആ വനിതയുടെ പേര് സ്വപ്ന സുരേഷ് എന്നാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആരോപണ വിധേയയായി ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ആരോപണ വിധേയയാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല, പ്രതിസ്ഥാനത്ത് നിൽക്കുക. അവരുമായി, ആ സ്വപ്ന സുരേഷുമായി 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രതിപക്ഷം YouTube ചാനലിന് വേണ്ടി വിശദമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തിയിരുന്നു. തൃശ്ശൂരാണെന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആ അഭിമുഖ സംഭാഷണം. ആ അഭിമുഖ സംഭാഷണം ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് 2 ഭാഗങ്ങളായി എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ MV ഗോവിന്ദൻ്റെ ഈ ആത്മാഭിമാന സദസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ആ വീഡിയോയുടെ 2ാം ഭാഗം ഞാനൊന്നെടുത്ത് പരിശോധിച്ചു സുഹൃത്തുക്കളെ. അത് പരിശോധിച്ചപ്പോഴാണ് ഈ ആത്മാഭിമാന സദസ്സ് നടത്താൻ പോകുന്ന ഈ ഗോവിന്ദൻ്റെ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലെ 3 പ്രമുഖ നേതാക്കൾക്കെതിരെ ശ്രീമതി സ്വപ്ന സുരേഷ് 2 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ MLA ചെയ്ത ഒരു കാര്യത്തിന് ആയിരിക്കുന്നില്ല. അത് പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹം ഒരു സ്ത്രീ ലംബടനാണ്, രതിവൈകൃതങ്ങൾക്ക് പോലും അടിമയായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണോ അദ്ദേഹം എന്നുള്ള വാദഗതിയാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആണ്, ഒരു MLA മാത്രമാണ്, പ്രതിപക്ഷത്തിൻ്റെ ഒരു MLA-യുമാണ്. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്ന സുരേഷ് എന്നോട് 3 CPM നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. ആ CPM നേതാക്കന്മാരെ കുറിച്ച് അവർ പറയുന്നത്, ആ CPM നേതാക്കന്മാർ യഥാക്രമം അതിലൊരാൾ സ്പീക്കറും മറ്റ് 2 പേർ മന്ത്രിമാരുമായിരുന്നപ്പോൾ അവർ നടത്തിയിട്ടുള്ള ലൈംഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് 2ാം പിണറായി സർക്കാരിലെ 1ാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായിരുന്ന ഒരു സ്പീക്കറായിരുന്നു. ഒന്ന് അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, അയാളെ കുറിച്ചിട്ട് പറഞ്ഞു.
രണ്ട്, അന്ന് ടൂറിസം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അയാളെക്കുറിച്ച് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിനെ കുറിച്ചും പറഞ്ഞു. ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അത് സ്വപ്നയിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അതിലൊന്ന് വെച്ചാൽ ഒരാൾ സ്പീക്കറും 2 പേര് മന്ത്രിമാരുമായി. അതിൽ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ വീട്ടിൽ, അയാളുടെ കിടപ്പുമുറിയിൽ നടന്ന സംഭവവികാസങ്ങളെ കുറിച്ചിട്ടാണ് സ്വപ്ന സുരേഷ് ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് സ്വപ്ന സുരേഷ് പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കുക. ഇനി രണ്ടാമത് പറയുന്നത് അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ടാണ്. അയാളൊരു തനി സെക്ഷൽ പെർവേർട്ടാണ് എന്ന് കാര്യകാരണ സഹിതം സ്വപ്ന സുരേഷ് പറയുന്ന കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ചെറുപ്പക്കാരി പെണ്ണുങ്ങളുള്ള വീടുകളിലേക്ക് കയറ്റാൻ കൊള്ളാത്ത ആളാണെന്നും വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് കൊണ്ട് നമ്മൾ അടിച്ചു പോകുമെന്നൊക്കെയാണ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് പറയുന്നത്. കേട്ടുകഴിഞ്ഞാൽ നാണം കെട്ടു പോകും നമ്മൾ. അത്രയ്ക്ക് വൃത്തികെട്ടവനും സ്ത്രീലമ്പടനും ഒരു മനോരോഗിയും സെക്ഷൽ പെർവേർട്ടുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് സ്വപ്ന സുരേഷ് പറയുകയാണ്. അന്ന് അയാൾ മന്ത്രിയായിരുന്നു, ഇന്ന് അയാൾ MLA ആണ്. അതിൻ്റെ വിശദാംശങ്ങൾ സ്വപ്ന സുരേഷ് തന്നെ പറയും. ഇനി അടുത്ത തോമസ് ഐസക്ക, വലിയ ബുദ്ധിജീവിയാണ്. ആ ബുദ്ധിജീവിയെ കുറിച്ചിട്ട് അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. ആ ബുദ്ധിജീവി ഒരു യോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ചെവിയിൽ എന്താണ് പറഞ്ഞതെന്ന് സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 പേര് പറഞ്ഞത് സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. അത് സ്വപ്ന സുരേഷ് പറഞ്ഞത് തന്നെ നമ്മൾ കേൾക്കണം. ആ സ്വപ്ന സുരേഷ് ആ കാര്യങ്ങൾ ശ്രീരാമകൃഷ്ണനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും തോമസ് ഐസക്കിനെതിരെയും പറഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സ്വപ്ന സുരേഷ് പൊതുമണ്ഡലത്തിൽ എന്നോടൊരു അഭിമുഖത്തിലാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ മാനനഷ്ട കേസൊന്നും അവരാരും കൊടുത്തിട്ടില്ല. അത് പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിക്കും എന്ന് പറയുന്ന ശ്രീമാൻ MP ഗോവിന്ദൻ സ്വപ്ന സുരേഷ് ശ്രീരാമകൃഷ്ണനും കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനുമെതിരെ, ശ്രീരാമകൃഷ്ണൻ സ്പീക്കറും കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കും മന്ത്രിയുമായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് എന്താണ് MP ഗോവിന്ദന് പറയാനുള്ളത് എന്നത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ സ്വപ്ന സുരേഷ് ഈ 3 പേരെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ, 2 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. കൊച്ചുകുട്ടി കോളേജ് സ്റ്റുഡൻറ്റ് കുഞ്ഞ ഹാസ് നോട്ട് എൻജോയ്ഡ് ഐ തിങ്ക് ടു മച്ച് ഓഫ് മഴം ചുട്ടിപ്രേമം. So he wanted to do that with you. Yeah, he wanted to maybe because he sings songs. Oh, is he? Yeah. Oh, he's a singer. He sings poems in fact. ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ then immediately he'll say 12 മക്കളെ പെറ്റൊരമ്മ എൻ്റെ മക്കളിൽ ഞാനൊരു ഭ്രാന്തൻ, and I don't understand half the things because it's all ghazal and it's all that happens in his house. In his house, yeah. He invites you. I cannot just walk in there without him inviting me, right? Because you know we have to clear all the security this thing, right? Why do you go there for this sort of sessions? Because he likes to sit and talk. See, he's frustrated, and come on, he's a good friend. He was a good friend. In fact, my character, my service, representing the consulate to the parliament and all that, he has given me a letter also. അപ്പോൾ അത്രയും നല്ലൊരു ക്യാരക്ടറാണെന്ന് തുടക്കത്തിൽ തോന്നി. എല്ലാവരോടും കുടിക്കത്തില്ല, ബിക്കോസ് ആൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അപ്പോൾ no, he is sexually frustrated, but he would like to drink with me, you know, and make me listen to all the stupid poetries and poems which he has heard in his childhood or something, you know. എല്ലാം ഒരെണ്ണം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് എൻ്റെ മക്കളും എൻ്റെ അമ്മയും ഇവരൊക്കെ ഉള്ളിടത്തേക്ക് എങ്ങനെയാണ് ഈ വനിതയെ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുക, അവരെല്ലാവരും എൻ്റെ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ശിവശങ്കർ സാറിനെയും ജയശങ്കറിനെയും ഒക്കെ കൊണ്ടേ അവിടെ പോയിട്ടുള്ളൂ. നേരത്തെ ചെല്ലുക, അരമണിക്കൂർ നേരത്തെ, അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ ചെല്ലാൻ പറയും. ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഗോ വിത്ത് ദം. കിടന്നു ഉറങ്ങൂല്ല, ഭക്ഷണം കഴിക്കും നല്ലപോലെ. താഴെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാവും, സെർവൻസ് മെയ്ഡ്സ് ഒക്കെ മാറ്റിയിട്ടായിരിക്കും
ബെഡ്റൂമിലായിരിക്കും നമ്മളെല്ലാവരും. ഓൾസോ ഇൻ ദ ബാൽക്കണി. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹി കനോട്ട് ഡു ഇറ്റ് ഇൻ പബ്ലിക്. ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ പറയട്ടെ, ഐ ഹാവ് വെരി ക്ലിയർലി ടോൾഡ്. അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡു വി റിയലി ലൈക്ക് ടു touch dirt? It's very filthy, nasty kind of relationship that or experience I had. Like, I would say relationship because he actually met me first at an inauguration ceremony, and then he puts his hand across my shoulder. The very first time when he... Yeah, for a photograph. Yeah, puts it on my shoulder just like that, is for a photograph. So me, and I just gave വളരെ official ആയിട്ട് പറഞ്ഞു. Then slowly he once he called me, he said come to my residence at Kaudiyar. In the beginning they were staying there. He was staying at Kaudiyar. Yeah, Kaudiyar. So I had gone there, and then the way he talks is not very appealing. Like, you know, it's not a formal talk. Edo, endado, kutta, kitta, whatever nonsense. Yeah. So നമ്മൾ അങ്ങനെ ഒരു മിനിസ്റ്റർ ലെവലിലാണെങ്കിലും ഒരു പോലീസ് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റി ലെവലിൽ വെൻ വി ആർ സിറ്റിംഗ് ടു ടോക്ക്, ഡോണ്ട് എക്സ്പെക്ട് ദം ടു യൂസ് സച്ച് ടേംസ്. I have a name, right? So I said somewhere there is some spelling mistake. Of course women will understand all these indirect advances. അത് കഴിഞ്ഞിട്ട് he comes to the consulate. What was he trying to harp? What was he trying to convey to you? That he is interested in having some... No. He was a kutta, എൻ്റെ മോൻ ഒരു ജോലി വേണം, അത് നീ വിചാരിച്ചാൽ നടക്കും. He was calling you kutta? Kutta first time, yeah, okay. And then അത് കഴിഞ്ഞിട്ട് we had a function for the consulate, so I had gone to his house again in Kaudiyar itself, with my consul general. Appo when I went, the wife actually വീണിട്ട് കൈ ഒടിഞ്ഞു. His wife കൈ ഒടിഞ്ഞിട്ടിരിക്കുന്നു. So then nobody to make tea, only the minister is there and the wife is there. So I said, he said he's telling his wife go make tea. So I said how she'll make tea? So we said, consul general said no, we don't want tea. So then I said he was forcing, please go and make tea. His wife? Yeah, and he was like ഒരു വല്ലാത്ത ഡിപ്രസ്ഡ് ഫേസ് ആയിരുന്നു, ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക. സോ ഐ സെഡ് I'll go and make tea. വേറെ ആരും അവിടെ ഇല്ലല്ലോ. സോ ഐ ടോൾഡ് ചേച്ചി കം ഇൻസൈഡ് ആൻഡ് ടെൽ മീ വെയർ എവറിത്തിങ് ഇസ്, I'll make black tea. അപ്പം ഞാൻ 2 കപ്പ് ചായ കൊണ്ടുപോയി. വി ആർ 2 ഗെസ്റ്റ് റൈറ്റ്. 2 കപ്പ് ചായ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, മൈ കോൺസുൽ ജനറൽ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം, സോ ഇത് താൻ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചു. അതെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കുടിക്കും. ദാറ്റ് വാസ് ഇൻ ഫ്രണ്ട് ഓഫ് വൈഫ്. അത് പക്ഷേ താനായിരുന്നു. And then slowly, you know, it became very easy for us. Any small function, any Tom, Dick and Harry has to come, I will immediately call Kadakampalli Surendran sir and I say, sir, we have a function, can you please come? We don't have to have any protocol. So he started misusing that, and he started making, you know, one Sunday afternoon he keeps calling and he makes, I say hello and he makes all unwanted noises, and it's like more or less like a phone or sex. So I disconnected the call and I call him back. And during daytime or night? Daytime. He was somewhere else, and then I shouted at him royally. അപ്പോൾ ഈ ഇങ്ങനത്തെ റെക്കോർഡിങ്സും ഇങ്ങനത്തെ ഈ മെസ്സേജസ്, ഉമ്മ കിമ്മ and all those messages, all these things, I have it with me. That is why I'm saying, you know, that go give a case against me. But then I'm telling you, he didn't bite me, he didn't catch me, he didn't do anything, because I drew a line. And I could have blackmailed him, because he being a minister, I can use him for anything. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. I have no requirements, no intentions. That's, yeah. ഫസ്റ്റ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് ഒരു ഇനോഗ്രേഷനാണ്. അന്ന് തന്നെ I understood that there's something wrong with him, because being a minister, he actually ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും he came and put his hand across my shoulder, and I had to actually do this because he's not supposed to do that. ഇത് ഒരു ഫോട്ടോ എടുക്കുന്ന സെഷൻ ആണല്ലോ. ഈ സെന്റർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആരുടെയാണ്, പ്രാൺ ഫെർട്ടിലിറ്റി സെന്റർ, which is in Kumarapuram. I think it belongs to his relative or something. I'm not very sure about that. So he was little more casual. How did you happen to be there? Consul General was invited for the inauguration, so
to go with him. I'm the secretary over there. അത് കഴിഞ്ഞിട്ട് then he called me the next day saying that I was shocked to know that you are a Malayali. I thought you are Consul General's wife. You know the dressing and the attire എന്നൊക്കെ പറഞ്ഞ് he started praising me. So I said വിളിച്ച കാര്യം പറഞ്ഞോളൂ, no issues. And he was just telling me about a placement of a woman in our consulate. So I said tell her to come and meet me. There's no point. There's no problem. We'll work it out. അത് കഴിഞ്ഞ് he called me for his son's job in UAE. He said he doesn't want to approach Yusuf Ali. He wants to do through the consulate, and the son is second one. He is actually an engineer or something of that sort, and we were trying for a job for him. And then later he started calling on and off regarding his son's job. He comes often to the consulate, drinks tea and then sits and talks casually to the consul general. He has even come to the consul general's residence for dinner. I have taken my elder brother and my younger brother to his residence also for a dinner because he invited all of us there. No, he speaks Malayalam. Then one fine day he sends messages like Umma, Imma, all those things, and then I just ignored. WhatsApp messages. ഒരു ദിവസം ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് I remember it was shocking. He just called up and I said hello sir പറയൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് he immediately started making some weird noises which is more or less like satisfaction kitna kind of dirty noises and all that. So I disconnected the call and I told him, I gave him right on his face over the phone and I said next time you do this shit you will know. But still he doesn't stop. He's that shameless. Oh, he continues. He continues. It doesn't really make a difference at all. Hayat Bolgati, Hayat's inauguration, he literally called me to the room. And I said, this time I need to show him. I told the PRO to let's go near the door, ring the bell, and then he's there wrapped around in a towel with all dye all over. And then he said, "You come inside and wait for 5 minutes. I'll just take a shower and come." He's that frustrated, that shameless. He was telling on the news the other day that he accidentally came to my house. നിങ്ങൾ അല്ലെങ്കിൽ സർ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു he is a PhD, he is highly intellectual and all these things. But basically he is a man. And he PhD or intellectual ഒന്നും ബെഡിൽ ആവശ്യമില്ലല്ലോ, right? He is just a man with normal feelings and frustration. He can't go and sleep around with anybody. He does not have freedom like other people to hang around or do whatever he wants. And he is a divorcee also. He's a divorcee. He told me that I am a divorcee. He told you? Yeah, because I had taken my ex-husband, Krishna Kumar, to his residence. That was the time he made indirect advances. So he told me that you are divorced and you are helping this man. You don't have any relationship with this man and you are helping him. I am divorced. I don't even take care of my wife. I hate her. He told you. Yeah. So I said, I am not like that. I'm unique. My relationship with him did not work, but I like to help people because എനിക്ക് പുണ്യം കിട്ടട്ടെ. No, I'm just looking for a woman like you. He says. Yeah. And he says that മുകളിലത്തെ മുറി വിളിക്കുന്നതിൽ എന്താണ് സ്വാഭാവികത or something he asked. മുകളിലത്തെ മുറി വിളിച്ചാലും താഴത്തെ മുറി വിളിച്ചാലും സംസാരമാണ് സ്വാഭാവികത, not rooms. And don't tell me that because he's highly educated, he does not have sexual instincts. That is wrong. On bed, you don't need anything. You just have to let out whatever you want to. So indirect item, maybe because he's an intellectual, he was not as cheap as the other two gentlemen. You have said in a meeting when people were there. Yeah. He said something to your ear. Did you see the photograph that he was trying to say something into my ear? Yes, I have seen it. Okay. So that's basically the consul general in front of him.